ഒരു ദിവസമോ ഒരു ദിവസത്തിൽ അല്പമോ ഞങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ പറയാം, ഒരു ദിവസം ജീവിച്ചു എന്ന് തോന്നുന്നു. അസ്ഹാബുൽ കഹ്ഫ് 309 വർഷം ആ ഗുഹയിൽ ഉറങ്ങി. ദഖിയാനൂസ് രാജാവിൻ്റെ കാലത്ത് കിടന്നുറങ്ങിയ ഉറക്കം കാലങ്ങൾക്ക് ശേഷം ഡെഫ്യൂഷ്യസ് രാജാവിൻ്റെ കാലത്ത് ഉണരുമ്പോൾ 309 കൊല്ലം ചന്ദ്രവർഷത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. 300 വർഷം സൗരവർഷപ്രകാരം കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയാ നിങ്ങൾ ഉറങ്ങിയത്? 300 കൊല്ലം ഉറങ്ങിയിട്ട് പറഞ്ഞതാ. ഒരു ദിവസം അര ദിവസമൊക്കെ ഉറങ്ങിയ പോലെ തോന്നും. നന്നായി ക്ഷീണിച്ച് നമ്മളൊന്ന് ഉറങ്ങിയാൽ സമയം നമ്മൾ ഉറങ്ങുമ്പോൾ അറിയുന്നില്ല. എന്തുകൊണ്ട് അറിയുന്നില്ല? നമുക്ക് ചുറ്റും സംഭവങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് സമയം അറിയുന്നില്ല. സംഭവങ്ങളെയെല്ലാം അല്ലാഹു ഇല്ലായ്മ ചെയ്യുന്നതാണ് ഖിയാമത്ത് നാള്. ആ നാള് വരേക്കും അല്ലാഹുവിനെ ഓർക്കാനും പടച്ച തമ്പുരാനെ അനുസരിക്കാനും പ്രകീർത്തിക്കാനും റബ്ബ് തആലയെ ചെരിഷ് അവർ ലോർഡ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്താനുമാണ് ആദം നബിയുടെ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നത്. ആ ദൗത്യ നിർവഹണത്തിന് അല്ലാഹു ആദ്യം കൊടുത്ത എക്യുപ്മെൻ്റാണ് ഇൽമ്, അറിവ്. ആ അറിവ് നൽകിയ ആദം നബിയുടെ മുമ്പിൽ മലക്കുകളെ സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ് അബാ വസ്തക്ബർ വകാന മിനൽ കാഫിരീൻ. അല്ലാഹു പഠിപ്പിക്കുന്ന ഒരു ആശയം ശ്രദ്ധിക്കണേ. മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഒരിക്കലും വരാൻ പാടില്ലാത്ത, അല്ലാഹുവിന് അത്രമേൽ വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് അഹങ്കാരം എന്ന് പറയുന്നത്. കിബ്ർ എന്ന് പറയും. അഹങ്കാരം എന്നാൽ അല്ലാഹുവിൻ്റെ നിയമങ്ങളെ അനുസരിക്കാൻ നമ്മൾ മടി കാണിക്കുന്നതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരണ ചെയ്യാതിരിക്കാൻ കാരണങ്ങൾ കണ്ടെത്തി ഒഴിഞ്ഞു മാറുന്നതിനാണ് കിബ്ർ എന്ന് പറയുന്നത്. സത്യം സത്യമായി ബോധിച്ചിട്ടും അത് സ്വീകരിക്കാതിരിക്കുന്നതിനാണ് കിബ്ർ എന്ന് പറയുന്നത്. തെളിവുകൾ മുമ്പിൽ നിരത്തി കൊടുക്കുമ്പോൾ, രേഖകൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ അത് ഞാൻ അംഗീകരിക്കില്ല എന്ന് പറയുന്നതിനെയാണ് കിബ്ർ എന്ന് പറയുന്നത്. ഒരു പ്രശ്നപരിഹാരത്തിന് മഹല്ല് ജമാഅത്ത് ഇടപെടുമ്പോൾ നിങ്ങളിത് ഇടപെടണം, സ്വീകരിക്കണമെന്ന് മഹല്ല് ഭാരവാഹികൾ വന്ന് പറയുമ്പോൾ, ഇനി നിങ്ങളല്ല നിങ്ങളുടെ വല്ലിപ്പമാർ വന്ന് പറഞ്ഞാലും ഞാനിത് സ്വീകരിക്കൂല എന്ന് പറയുന്ന നിലപാടിനെയാണ് കിബ്ർ എന്ന് പറയുന്നത്. മൻ കാന ഫീ ഖൽബിഹി ഹബ്ബത്തു ഖർദലിൻ മിൻ കിബ്രിൻ. കിബ്ർ ഒരു കടുകുമണിയുടെ അത്ര. കടുകുമണി പെണ്ണുങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ വറവെടുക്കുമ്പോൾ കടുകുമണി എത്രയാ കോരി നമുക്ക് പോലും എണ്ണ അറിയില്ല. അതിലൊന്ന്. ആ ഒരു കടുകുമണിയുടെ അത്ര അഹങ്കാരം കൽബിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടില്ല എന്ന് പറഞ്ഞത് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പ്രിയപ്പെട്ട മോൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് ഒരു ഹദീസ് കേട്ട് പൊട്ടി കരഞ്ഞിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് ഓതി കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, മാ യുബികീക യാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ നിങ്ങൾ എന്തിനാണ് ഇത്രമേൽ പൊട്ടിക്കരയുന്നത്? ഒരു ഹദീസല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കറിയുമോ ഏതാണ് ഹദീസ് എന്നറിയുമോ? എന്നോട് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമാ പറഞ്ഞ ഹദീസ്, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്രിൻ. അഹങ്കാരം ഒരു പൊടിയുടെ ശകലം അത്രയെങ്കിലും കൽബിലുള്ള ഒരാൾക്ക് സ്വർഗമില്ല എന്ന് ഹബീബ് പറഞ്ഞ ഹദീസാണത്. ഞാൻ പേടിക്കണ്ടയോ എന്ന് പറഞ്ഞ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. മക്കയിലെ ഹയ്യ് ശുഹദായിൽ അന്ത്യവിഷം കൊള്ളുന്ന സ്വഹാബിയാണ്. മുത്തബിഉ സുന്ന എന്നറിയപ്പെടുന്ന ഉമർ എന്നവരുടെ മോന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. അഹങ്കാരം മനുഷ്യന് വേണ്ട, ഒരിക്കലും വേണ്ട. നമ്മൾ പച്ചയായും അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്ക്, നീതിക്ക്, സത്യത്തിന് വിധേയരാവാൻ ബാധ്യസ്ഥരാണ്. സത്യമാണ് ഇവിടെ ജയിക്കുന്നത്, സത്യത്തിനാണ് അധികാരം, നീതിക്കാണ് അധികാരം, അല്ലാഹുവിൻ്റെ നിയമങ്ങൾക്കാണ് അധികാരം എന്ന് ബോധിക്കുന്ന മനുഷ്യനെയാണ് മുസ്ലിം എന്ന് വിളിക്കാൻ പറ്റൂ. മാ മനഅക ഖാല മാ മനഅക അല്ലാ തസ്ജുദ ഇദ് അമർതുക്. ഇബ്ലീസേ, എൻ്റെ അടിമയായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ, അന ഖൈറും മിൻഹു,
ഞാൻ ആദമിനേക്കാളും മുന്തിയ ആളല്ലേ, ഞാൻ ആദമിനേക്കാളും എത്രയോ ബെറ്റർ അല്ലേ, അന ഖൈറും മിൻഹു. എങ്ങനെ? ഇബ്ലീസ് നോക്കുന്നത് മെറ്റീരിയലിസത്തിലേക്കാണ്. ഖലഖതനീ മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. എന്നെ പടച്ചത് തീ കൊണ്ടല്ലേ, അവനെ ആദം നബിയെ പടച്ചത് മണ്ണ് കൊണ്ടല്ലയോ, അതുകൊണ്ട് മണ്ണിനേക്കാളും ഗുണം തീയിനല്ലേ പവർ എന്ന ഭൗതികമായ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയെ അനുസരിക്കാതെ പോയ ആദ്യത്തെ ഈ പ്രപഞ്ചത്തിലെ കുറ്റം എന്ന് പറയുന്നത് ഇബ്ലീസിൻ്റെ അഹങ്കാരമാണ്. അതുകൊണ്ടൊരു മനുഷ്യനും അത് പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖലഖൽ ഇൻസാന മിൻ നുത്ഫ ഫഇദാ ഹുവ ഖസീമും മുബീൻ. സൂറത്തുൻ നഹ്ലിൽ അതേ ആശയം സൂറത്തു യാസീനിൽ കാണാം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ്. ആസുബിന് വായിൽ ഒരു പൊടിപൊടിയുന്ന ഒരു എല്ല് കൊണ്ട് നുരുമ്പിയ ഒരു എല്ല്, ഒരു മനുഷ്യൻ്റെ എല്ല്, ആ എല്ല് കയ്യിൽ പിടിച്ചിട്ട് ഹബീബിൻ്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് ഹബീബിനോട് ചോദിക്കുകയാണ്, മുഹമ്മദ് നബിയെ, നിങ്ങൾ ഡു യു ക്ലെയിം ദാറ്റ് അല്ലാഹ് ക്യാൻ ഗിവ് ലൈഫ് ഫോർ ദിസ് ഡെഡ് ബോൺ? ഈ ചത്തുപോയ ഇല്ലായ്മയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ എല്ലിന് ജന്മം കൊടുക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ പറയുന്നത്, പ്രചരിപ്പിക്കുന്നത്? ഐനഅം, അതെ. ആ എല്ല് പൊടിപിടിച്ച് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വായുവിലേക്ക് എറിഞ്ഞു എന്നാണ് ആസുബിന് വായിൽ. അദ്ദേഹം മുശ്രിക്കായിരുന്നു. ഈ പൊടിയെ ഇനി ഒരു മനുഷ്യനായ ഖിയാമത്തിലേക്ക് രൂപപ്പെടുത്താൻ പടച്ചോനത്ര എളുപ്പമാവില്ല എന്ന് അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ കളിയാക്കിയതിന് മറുപടിയാണ് സൂറത്തു യാസീനിലെ നമ്മൾ ഓതുന്ന അവസാന ഭാഗങ്ങളൊക്കെ. യാ അല്ലാഹ്, 78 മുതൽ 79 വരെയുള്ള ആയത്തുകൾ ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹ്. സ്വന്തം സൃഷ്ടിപ്പ് എങ്ങനെയായിരുന്നു എന്ന് മറന്നിട്ട് അവൻ ചോദിക്കുക എന്നോട്, ഈ എല്ല് പോലും ഇല്ലാതിരുന്നൊരു കാലം അവനെ കുഞ്ഞായി ജനിപ്പിച്ചവനല്ലയോ അല്ലാഹു, അതവൻ മറന്നു. ചോദിക്കുക, ഖാല, ആസുബിന് വായിൽ ചോദിക്കുകയാണ്, മൻ യുഹയിൽ ഇളാം, ആരാണ് ഇളാമുകൾക്ക് ജീവൻ കൊടുക്കുന്നത്? എല്ലുകൾക്ക് ആര് ജീവൻ കൊടുക്കും? വഹിയ റമീം, ആ എല്ലുകൾ നുരുമ്പി പൊടിപൊടിയായി ആയതിനു ശേഷം ആരാ ജീവൻ കൊടുക്കുകയെന്ന് സ്വന്തം ജന്മം മറന്നുകൊണ്ട് ആസുബിന് വായിൽ ചോദിച്ചു. അങ്ങനത്തെ അഭിനവ യുക്തിവാദി ആസുബിന് വായിലുമാർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട്, സോഷ്യൽ മീഡിയകളിൽ തലതല്ലുന്നുണ്ട്. മയ്യുഹയിൽ ഇളാമ വഹിയ റമീം എന്ന് പറയുന്നവർ. ഇത് തന്നെയാണ് ജീവിതം, ഇത് യോയോ ആണ്. യു ലിവ് ഓൺലി വൺസ്, യു ലിവ് ഓൺലി വൺസ്. യോലോ, നിങ്ങൾ ഒരിക്കലേ ജീവിക്കുകയുള്ളൂ എന്ന് പറയുന്നവർ. മഅദല്ലാഹ്, നമ്മൾ യോൾട്ടാണ്. യു ലിവ് ഓൺലി ട്വൈസ്. നമ്മൾ 2 തവണ ജീവിക്കുന്നവരാണൊന്ന്. ഒന്ന് പരീക്ഷണത്തിൻ്റെ ജീവിതം, മറ്റൊന്ന് പ്രതിഫലത്തിൻ്റെ ജീവിതം, അശ്രയുടെ ജീവിതം. ഖാല മൻ യുഹയിൽ ഇളാമ വഹിയ റമീം. ഇന്നത്തെ അഭിനവ യുക്തിവാദികൾക്കും അന്നത്തെ കാലത്തെ യുക്തിവാദികൾക്കും അള്ളാഹു കൊടുക്കുന്ന മറുപടി നോക്കണേ. ഖുൽ, പറഞ്ഞു കൊടുക്കൂ നബിയേ, ആരാണ് എല്ലുകളെ ജീവിപ്പിക്കുന്നതെന്നല്ലേ ചോദിക്കുന്നത്. ഖുൽ യുഹീഹല്ലദീ അൻശഅഹാ അവ്വല മർറ, ആദ്യമായി ഈ എല്ല് പടച്ചതാരാണ് എന്ന് ചോദിക്കൂ. അവനെ പടച്ചത് ആരായിരുന്നു? അവൻ്റെ ഉമ്മയാണോ ഉപ്പയാണോ? അല്ലല്ലോ, അവർ ജന്മത്തിൻ്റെ കാരണങ്ങളാണ്. നമുക്ക് വാപ്പക്കും കുട്ടികളുണ്ടാക്കാൻ കഴിയുമെങ്കിൽ കുട്ടീൻ്റെ ചേലും ചെറുക്കും ഹൈറ്റും വെയിറ്റും ബ്രെയിനൊക്കെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റണം. ഇത് ജനിച്ച് വീഴുമ്പോഴറിയാം ഏത് കോലത്തിലാണ് വരുന്നത് എന്ന്, അല്ലേ? ഉമ്മയും വാപ്പയും അല്ല കുട്ടിയെ ഉണ്ടാക്കുന്നത്. ഉമ്മയും വാപ്പയും അതിൻ്റെ സബബുകളാണ്, അതിൻ്റെ ബയോളജിക്കൽ റീസൺ. ആരാ സ്രഷ്ടാവ്? ഒരു സ്പേം സെൽ ഉമ്മയുടെ ഉദരത്തിലേക്ക് കടന്ന് എഗ്ഗുമായി കൂടിച്ചേർന്ന്
അംഷാജ്, നുതുഫത്തിൻ അംഷാജ് എന്ന് പറയുന്ന സൈഗോട്ട്സ് ആയി മാറിയതിന് ശേഷം ഒരു കുഞ്ഞ് ജന്മം എടുക്കുന്നത് മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഡോക്ടർമാർക്ക് സ്കാൻ നോക്കിയിട്ട് പറയാൻ പറ്റും ഇപ്പം എത്ര വളർച്ച ഉണ്ട്, ഇനി കുറഞ്ഞെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. രൂപവും ഭാവവും ചേലും കോലവും എങ്ങനെയാണ്, ഉമ്മക്ക് വാപ്പാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ലോകത്തെ എല്ലാ കുട്ടികളും സുന്ദരി സുന്ദരന്മാരാവില്ലേ ഉമ്മയും വാപ്പ ഉണ്ടാക്കണതെങ്കിലേ? അല്ലല്ലോ. ഖുൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, യുഹയ്യിഹല്ലദീ അൻശഅഹാ അവ്വല മറ, സീറോയിൽ നിന്ന്, ഇല്ലായ്മയിൽ നിന്ന് ആരാണ് ഈ കുഞ്ഞിനെ ലോകത്ത് കൊണ്ടുവന്നത്? മനുഷ്യന് കഴിയോ? ഒരു വസ്തുവും അള്ളാഹ് ഉണ്ടാക്കിയ ഒന്നും എടുക്കരുത്, എന്നിട്ടൊരു വസ്തുവിനെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഖുർആൻ ഇന്നും അന്നും വെല്ലുവിളിക്കുന്ന വെല്ലുവിളി അതാ. ഇന്നത്തെ വെല്ലുവിളിയും അത് തന്നെയാണ്. ക്ലോണിങ് ചെയ്യണമെങ്കിൽ DNA വേണം. DNA അള്ളാഹിൻ്റെ പടപ്പാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ വൺ ഓഫ് ദ മോസ്റ്റ് സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ക്രിയേഷൻ ഓഫ് ഗാഡ്, അതാണ് DNA. അതുമ തൊട്ട് കളിക്കേണ്ട. ആ DNA നൽകുന്ന ഇൻഫോർമേഷൻ അതിമഹത്തരമാണ്. മനുഷ്യന്റെ ബുദ്ധി ബ്ലോയിങ് ഹ്യൂമൻ മൈൻഡ്സ്. എന്താണ് ഇതിൽ കിടക്കുന്ന ഇൻഫർമേഷൻ? DNA എന്നത് വളരെ സങ്കീർണമായ വിവരങ്ങളാണ്. ഒരു പിതാവിൻ്റെ ചിരി മുതൽ, ഒരു പിതാവിൻ്റെ നടത്തം മുതൽ, ഒരു പിതാവിൻ്റെ ദേഷ്യഭാവങ്ങൾ മുതൽ എല്ലാം ആ DNA ഉള്ളിൽ കിടക്കുകയാണ്. കണ്ണുകൊണ്ട് ഒരിക്കലും കാണാൻ പറ്റാത്ത, നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റാത്ത അതിസൂക്ഷ്മമായ കണിക. അതെടുത്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഒരു പക്ഷേ അള്ളാഹു നൽകിയ കഴിവ് കൊണ്ട് മനുഷ്യർ കഴിഞ്ഞേക്കാം. DNA തുടരുത്. സീറോയിൽ നിന്നൊരു ഒരു പൂച്ചക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പക്ഷിക്കുഞ്ഞിനെ ഉണ്ടാക്ക്, ഒരു പുഴുവിനെ ഉണ്ടാക്ക്. ഇന്നേ വരെ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അള്ളാഹുവിൻ്റെ മറുപടി അത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അവിടെ ഇതൊന്നും തൊടാതെ നിങ്ങളായിട്ട് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണ് ജീവൻ്റെ കണങ്ങളെന്ന് ശാസ്ത്രത്തിനറിയാം. നമ്മുടെ ബോഡി കോമ്പോണൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ പിടിച്ചിട്ട് ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് ഒന്ന് നോക്കിയൊരു കുഞ്ഞുണ്ടാക്കാൻ പറ്റുമോ? മനുഷ്യനുണ്ടാക്കാൻ പറ്റുമോ? റോബോട്ട് ഉണ്ടാക്കാൻ പറ്റും. വലിയ സംഭവം. റോബോട്ട് ഇങ്ങനെ ബാറ്ററി പോയ ആ സാധനം അവിടെ കിടക്കേണ്ടി വരും. റോബോട്ടിന് പോയി സ്വന്തം ബാറ്ററി പോയാൽ കിടക്കുന്ന സാധനമാണ് ഇതൊക്കെ. ചാർജ് പോയാൽ അവനൊന്നും ചെയ്യാൻ പറ്റൂല. മനുഷ്യൻ അങ്ങനെയാണോ? ഫുള്ളി ചാർജ്ഡ് അല്ലേ? മരിക്കുന്നവരെ ഫുള്ളി ചാർജ്ഡ് അല്ലേ മനുഷ്യൻ്റെ ഹ്യൂമൻ ബോഡി? ആലോചിച്ച് നോക്കൂ. ഒരു ടെസ്ലയും ഒരു കാറും മനുഷ്യൻ്റെ ഈ ഒരു സെറ്റപ്പിൻ്റെ മുമ്പിലേക്ക് എത്തുകയില്ല. ഒരു വണ്ടി മാറ്റിക്കൊടുക്കണേ. ഇത് ഏതാ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു അറിയുള്ളൂ. ചിലപ്പോൾ സ്വന്തം വണ്ടീൻ്റെ നമ്പർ പറഞ്ഞാൽ അറിയോ? KL 59G 1886 നമ്പർ. അത് മാരുതിയാണോ ഇത് ജീപ്പാണോ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ചിലപ്പോൾ അതറിയാത്ത ജ്യേഷ്ഠൻ്റെ വണ്ടി എടുത്ത് പോകുന്നുണ്ടാവും, അനിയൻ്റെ എളാപ്പാൻ്റെ വണ്ടി എടുത്ത് പോകുന്നുണ്ടാവും. നമ്പർ അറിഞ്ഞോളൊന്നുമില്ല. പോലീസ് ചോദിക്കുന്നവരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വായിച്ചു കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ ആ വണ്ടി അറിയുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? മാറ്റി കൊടുക്കണേ, ബ്ലോക്ക് ഉണ്ടാവരുത്. ഖുൽ യുഹയ്യിഹാ അല്ലദീ അൻശഅഹാ അവ്വല മറ. അതാണ് അള്ളാഹിൻ്റെ മറുപടി. ആര് ജീവിപ്പിക്കുന്നല്ലേ ചോദ്യം. ഇത് സീറോയിൽ നിന്ന് എക്സിസ്റ്റൻസിലേക്ക് കൊണ്ടുവന്നവൻ ആരോ, ആ ആളിൻ്റെ പേരാണ് അല്ലാഹ് സുബ്ഹാനഹു. പണ്ടൊക്കെ നമ്മൾ വേദ പറയുമ്പോൾ അല്ലാഹ് എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു അല്ലേ? ഖാലല്ലാഹു അസ്സ വജൽ എന്ന് പറയുമ്പോൾ സുബ്ഹാനഹു വ തആല. എന്തായി സുബ്ഹാന എന്ന് പറഞ്ഞാൽ? ഒരു ന്യൂനതയുമില്ലാത്തവനാണ് റബ്ബേ നീ. നമ്മളൊക്കെ ന്യൂനതകളുള്ളവരാ, മറന്നുപോകും, ദേഷ്യപ്പെടും, ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്. അള്ളാഹ്ക്ക് അതൊന്നുമില്ല, മറവിയില്ല, ഒന്നുമില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല. ഇത് അള്ളാഹിൻ്റെ പേര് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹ് എന്ന് പറയണമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹ്. അള്ളാഹിനെ പറ്റി അവൻ ഇവൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. അള്ളാഹുവിനെ പറ്റി അങ്ങ്, അവിടുന്ന് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറയണമെന്നാണ്. നമ്മളെന്ത് നീ എന്നൊക്കെ പറയണതെന്ന് ചോദിച്ചാൽ ഭാഷയിൽ അങ്ങനെ പറ്റുന്നുള്ളൂ, ഭാഷയിൽ അങ്ങനെ നമുക്ക് കഴിയുള്ളൂ. അവർ എന്ന് പറയുമ്പോൾ ഒന്നിലേറുണ്ടോ എന്ന് തോന്നിപ്പോകും. അതൊന്നും പറയാൻ വയ്യ, അവളൊന്നും പറയാൻ വയ്യ, പെണ്ണായിപ്പോകും. അള്ളാഹുവിന് ജെൻഡർ കൊടുക്കാൻ പറ്റില്ല. അള്ളാഹു ജെൻഡറുള്ളവനല്ല. പിന്നെ ആകെ അവൻ ഹി എന്നൊക്കെ പറയാനേ പറ്റുന്നുള്ളൂ ഭാഷയിൽ. അതുകൊണ്ട് പറയാം എന്നല്ലാതെ ഓൻ തീരുമാനിച്ചു. ഇതാരെ പറ്റിയാണ് നമ്മൾ ഈ പറയണത്? അള്ളാഹുവിനെ പറ്റി ഇത്ര നിസ്സാരമായിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് ഞാൻ പേടിക്കുകയാണ്. മുത്തുനബിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയുമോ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പോൾ അള്ളാഹുവിനെ പറ്റി അതിലേറെ ബഹുമാനത്തിലല്ലേ നമ്മൾ കാണേണ്ടത് അല്ലേ?
അള്ളാഹുവിനെ പറ്റി അവൻ എന്നൊക്കെ പറയുന്നത് വേറെ ഒരു വാക്കതിന് പകരം വെക്കാനില്ലാത്തത് കൊണ്ടാണ്. അവർ എന്ന് പറഞ്ഞു പോകുമ്പോൾ ഒന്നിലേറെ ഉണ്ടോ? അള്ളാഹു അഹദാണല്ലോ. അവർ എന്നത് ഒന്നിലേറെയുള്ള ആളുകൾക്ക് പറയുന്നതല്ലേ? അതുകൊണ്ടൊക്കെയാണ് അവൻ എന്ന് പറഞ്ഞു പോകുന്നത്. അള്ളാഹുവേ നീ, താങ്കൾ എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അങ്ങ് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ പറയാം, അവിടുന്ന് എന്ന് പറയാൻ പറ്റുമെങ്കിൽ അങ്ങ്, എന്തൊക്കെ ബഹുമാനം കാണിക്കാൻ പറ്റും നമ്മുടെ ഭാഷയിൽ. എന്നാൽ അത് ബഹുത്വത്തെ സൂചിപ്പിക്കാത്ത തരത്തിലുള്ള വാക്കുകൾ, ഒന്നിലേറെ എന്ന് സൂചിപ്പിക്കരുത്. അള്ളാഹ് ഒന്നാണ്. അതിന് ആ ഒരു അർത്ഥത്തിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനെ പറ്റി പറയാവുന്ന ഏറ്റവും നല്ല വാക്കുകളെ റബ്ബിനെ കുറിച്ച് പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിനെപ്പറ്റി അള്ളാഹ് നമ്മൾ ചോദ്യം ചെയ്ത് എന്തായിരിക്കും അവസ്ഥ? ഒരു പോലീസിനെ ബഹുമാനില്ലാണ്ട് വിളിച്ചാൽ ക്വസ്റ്റ്യൻ ചെയ്യൂലേ? വിളിക്കൂലേ? ഒരു ജഡ്ജിയോട് ബഹുമാനില്ലാണ്ട് സംസാരിച്ചാൽ കേസെടുക്കൂലേ? എടുക്കും. അപ്പോൾ അള്ളാഹുവിനെ പറ്റിയോ? അള്ളാഹുവിനെ പറ്റി നമുക്ക് കൂളായിട്ട് പറയാം, ഓൻ അങ്ങനെ പറയരുത്. വളരെ കരുതലോടുകൂടെ പറയാനേ പറ്റും. അത്രയും ബഹുമാനത്തിലും ആദരവിലേ അത് പറയാൻ പാടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യുഹ്യീഹാ അല്ലദീ അൻശഅഹാ അവ്വല മർറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ തരത്തിലുമുള്ള സൃഷ്ടിപ്പിനെ കുറിച്ച് അറിയുന്ന ഒരേ ഒരാൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാത്രമാണ്. ഇന്ന് ലോകത്ത് നടന്നതും സൃഷ്ടിക്കപ്പെട്ടതും ഇനി സൃഷ്ടിക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നതുമായ ഏതെല്ലാം ചെറുജീവികളുണ്ടോ, വൈറസുകളുണ്ടോ, ചെറുകണികകളുണ്ടോ, എല്ലാറ്റിനെക്കുറിച്ചും വലിയ വലിയ സൃഷ്ടികളടക്കം നക്ഷത്രങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ദിവസവും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ. അള്ളാഹു ഓരോരോ സെക്കൻഡിലും ഗൗരവമേറിയ കാര്യങ്ങൾ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. മനുഷ്യരെ, ജിന്നുകളെ, അള്ളാഹുവിൻ്റെ ഏത് സൃഷ്ടിപ്പിനെയാണ്, നന്മയാണ്, റഹ്മത്തിനെയാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ തോന്നുന്നത്? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്വിതരായി ജീവിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അഹങ്കാരം, ബതറുൽ ഹഖി, സത്യത്തെ കാലുകൊണ്ട് ചവിട്ടി മാറ്റുന്നത്, ന്യായം സത്യവും നീതിയുമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ ഒരു മനുഷ്യൻ നിഷേധിക്കുന്നതിനെയാണ് കിബർ എന്ന് പറയുന്നത്. അത് ഒരൽപ്പം, അത് സമ്പത്തിൻ്റെ ഇടപാടിലാകാം, അയൽപക്ക ബന്ധങ്ങളിലാകാം, പിണക്കം തീർക്കുന്നിടത്താകാം, വിഭാഗീയത ഉണ്ടാകുന്നിടത്താകാം. ഏതെല്ലാം സാഹചര്യങ്ങളുണ്ടോ, സത്യം ഇന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അതിനെ പൂർണ്ണമായും അംഗീകരിക്കാൻ മുഅ്മിനീങ്ങൾ ബാധ്യസ്ഥരാണ്. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ യഅദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ. നീതി ചെയ്യണമേ. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഖൈബറിലേക്ക് പോകുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, ഖൈബർ എന്ന് പറയുന്നത് മദീനയിൽ നിന്ന് നോർത്തിലേക്ക്, ജോർഡാൻ ഭാഗത്തേക്ക് ഒരു 200-250 കിലോമീറ്റർ ഓടിയാൽ കിട്ടുന്ന സ്ഥലമാണ് ഖൈബർ. ഇന്നും ഖൈബറിലെ കോട്ടകൾ അവിടെ നിലനിർത്തിയിട്ടുണ്ട്. ടിക്കറ്റ് പേ ചെയ്താൽ ഒരു ബഗ്ഗി വാഹനത്തിൽ അവർ ശരിക്ക് കൊണ്ടുപോയി കാണിച്ചു തരും ഖൈബറിലെ കോട്ടകൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളും അവിടുത്തെ മുഅ്മിനീങ്ങളും പ്രതിരോധിച്ച ഖൈബറിൻ്റെ കോട്ടകൾ ഇന്നും ഖൈബറിലുണ്ട്. ഇന്നും അവിടെ ഉണ്ട്. 1400 കൊല്ലം കഴിഞ്ഞു. അതിന് മുമ്പുണ്ടായിരുന്ന കോട്ടകളായിരിക്കാം. ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുകളുണ്ട്. ഖൈബർ മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വന്നപ്പോൾ ഖൈബറിൽ ഈത്തപ്പന തോട്ടങ്ങളുണ്ട്. കുന്നുകൾ നിൽക്കുന്ന സ്ഥലമാണ്, മലകളുള്ള പ്രദേശമാണ്. ആ ഈത്തപ്പഴങ്ങൾ പറിക്കാൻ പുണ്യനബി ഏൽപ്പിച്ച നബി തങ്ങളുടെ ഉദ്യോഗസ്ഥനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മഹാനായ സ്വഹാബി ഖൈബറിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടുത്തെ ജൂതന്മാരോട് മഹാനവർ പറഞ്ഞു, യാ മഅ്ശറൽ യഹൂദ്, ജൂതന്മാരെ, ജിഅ്തുകും മിൻ ഇൻദി അഹബ്ബിൻ നാസി ഇലയ്യ, ഞാൻ വന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹാന്റെ അരികത്ത് നിന്നാണ് ഞാൻ വരുന്നത്. അതാരാ? മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇന്നകും ലമിൻ അബ്ഗളിൻ നാസി ഇലയ്യ, ജൂതന്മാരെ, എൻ്റെ റസൂലിനോട് നിങ്ങൾ കാണിച്ച ബിട്രയൽ, നിങ്ങൾ കാണിച്ച വഞ്ചന,
എൻ്റെ ഹബീബിനോട് നിങ്ങൾ കാണിക്കുന്ന വൈരാഗ്യവും വിരോധവും നിങ്ങളുടെ വെറുപ്പും അത് കാരണം എനിക്ക് നിങ്ങളോട് വെറുപ്പുണ്ട് എന്നത് ശരി തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എൻ്റെ റസൂൽ. നിങ്ങളാണെങ്കിലോ എൻ്റെ റസൂലിനോടും അനുയായികളോടും അനീതി ചെയ്തവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പ്രതിഷേധമുണ്ട്. എന്നാൽ ഞാനെന്ന് പറഞ്ഞോട്ടെ, വലാകിൻ ലൻ യദ്ഫഅനി ഹുബ്ബി ലഹു വബുഗ്ദി ലകും അൻ അജൂർ. എൻ്റെ റസൂലിനോട് സ്നേഹമുണ്ട്, നിങ്ങളോട് എനിക്ക് വെറുപ്പുണ്ട്, എന്നാൽ പോലും നിങ്ങളോട് ഞാൻ അനീതി ചെയ്യില്ല കേട്ടോ. നീതി മാത്രമേ ഞാനിവിടെ നടപ്പാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വലിയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ അന്ന് ജൂതന്മാരാണ് പറഞ്ഞത്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്, ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്. നീതി കൊണ്ടാണ് ആകാശങ്ങളും ഭൂമിയും നിലനിൽക്കുന്നത്. ഈ ഭൂമിയിൽ നീതിയില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചം ഇടിഞ്ഞു തകർന്നു വീണേനെ എന്ന് അന്നത്തെ ജൂതന്മാർ പറഞ്ഞത്രേ. ബിൽ അദ്ലി ഖാമത്തിസ് സമാവാതു വൽ അർള്. നീതി കൊണ്ടാണ് ആകാശലോകങ്ങൾ നിലനിൽക്കുന്നതത്രേ. എന്തൊരു മനോഹരമായ വാക്ക്, ആശയം. അതുകൊണ്ട് അനീതിയോ അക്രമമോ വെറുപ്പുകളോ ഇവിടെ ആര് പ്രചരിപ്പിച്ചാലും സത്യം തിരിച്ചു വരും, സ്നേഹം തിരിച്ചു വരും, നീതി തിരിച്ചു വരും. ഈ പ്രപഞ്ചം അങ്ങനെ അള്ളാഹു പടച്ചത്. കുറച്ചു നേരത്തേക്ക് പുകമറയുണ്ടാക്കാനോ അസ്വസ്ഥതയുണ്ടാക്കാൻ മാത്രമേ വെറുപ്പിൻ്റെ ആളുകൾക്ക് സാധിക്കുകയുള്ളൂ. അത് എന്നും നിലനിൽക്കുന്നതല്ല. സത്യം 17 വയസ്സാണ് സത്യത്തിനെന്നും. അതെന്നും തിരിച്ചു വരാൻ കാത്തിരിക്കുകയാണ്. നീതി തിരിച്ചു വരും, അനീതി നിഷ്പ്രഭമാകും, അക്രമങ്ങൾ നിഷ്പ്രഭമാകും, അനീതികൾ ദുഷ്പ്രഭമാകും. അതുകൊണ്ട് സത്യവും ന്യായവും ധർമ്മവും ബോധ്യപ്പെട്ടാൽ അത് സർവാത്മന അംഗീകരിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വിശ്വാസിയുടെ, മനുഷ്യരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു നമുക്ക്. സൂറത്തുൽ മാഇദ, ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക فتكون من أصحاب النار وذلك جزاء الظالمين. ആദം നബിയുടെ 2 മക്കളുടെ ചരിത്രമാണ് ഖുർആൻ പറയുന്നത് സൂറത്തുൽ മാഇദയിൽ. ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം, ഏബലിൻ്റെയും ഖെയ്നിൻ്റെയും ചരിത്രം. ഇംഗ്ലീഷുകാർ ഏബൽ ആൻഡ് ഖെയ്ൻ എന്ന് പറയും. ഹാബീൽ ആൻഡ് ഖാബീൽ, ഹാബീലും ഖാബീലും. ഹാബീൽ മരിച്ചുപോയ ആളാണ്. ഹാബീലു ഹാലിക്കുൻ, ഖാബീൽ ഖാച്ചിലുൻ. ഖാബീൽ കൊലപാതകിയായിരുന്നു. ഖാബീൽ, ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാബീൽ കൊലപാതകം ചെയ്തവനാണ്. ഇങ്ങനത്തെ 2 ഹാറൂനും ഖാറൂനുമുണ്ട്. ഹാറൂൻ നബിയാണ്, ഖാറൂൻ മോശപ്പെട്ട ഒരു മുതലാളിയായിരുന്നു. ഖാറൂൻ, ഖാഫ് വരുന്ന 2 പ്രശ്നങ്ങളാണ്. ഹാബീലും ഖാബീലും പറയുമ്പോൾ ഖാഫ്, ഖാബീൽ ഖാച്ചിലാണ്, കൊലപാതകം ചെയ്തവനാണ്. ഹാബീൽ ഹാലിക്കാണ്, അവിടെ മരിച്ചുപോയ ആളാണ്. കൊന്നതാരാ? സ്വന്തം ജ്യേഷ്ഠൻ. കൊലപാതകങ്ങൾ നടക്കുമ്പോൾ ജയിലുകളുടെ ഇരുളിനുള്ളിൽ കിടന്ന് അഴികളെണ്ണി കിടക്കുമ്പോൾ ഓർമ്മ വരും വേണ്ടില്ലായിരുന്നുവെന്ന്. എടുത്ത് ഈജിപ്തിൽ ഒരു വിധി നടന്നു. ആ വിധി നടക്കുമ്പോൾ ജഡ്ജ് പ്രതിയോട് ഒരു വാളനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സ്പീച്ച് ജഡ്ജ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകത്തിന് ശിക്ഷിക്കപ്പെട്ട് തൂക്കിലേറ്റാൻ പോകുന്ന ഒരു ചെറുപ്പക്കാരനോട്. ത്വാഹ എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ കൊല ചെയ്തു കഴിഞ്ഞു. എന്തിനെന്നറിയോ? കാമുകിൻ്റെ കൂടെ പോവാൻ. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. തൻ്റെ കാമുകിയെ തൻ്റെ ഉമ്മക്ക് ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അവൾ വേണ്ട മോനെ, നിനക്ക് നല്ല സ്വാലിഹത്തായൊരു പെണ്ണിനെ അള്ളാഹു തരും. ഇവനാണെങ്കിലോ ഹിഫ്ദ് പഠിച്ച ആൾ കൂടിയാണ്, ജാമിഅത്തുൽ അസ്ഹറിൽ പഠിച്ച ആളാണ്.
പക്ഷേ ഇബ്ലീസ് അങ്ങ് കൊണ്ടുപോയി. ജഡ്ജിയുടെ മനോഹരമായ വാക്കുകൾ, നിന്നെ വയറ്റിൽ 9 മാസം കൊണ്ടു നടന്നതിന് പകരം നീ ഉമ്മക്ക് പകരം നൽകിയത് എന്ത് എന്ന് നീ ഓർത്തിട്ടുണ്ടോ ത്വാഹ? നീയൊന്ന് വളരണം എന്ന് വിചാരിച്ച് നിനക്ക് അമ്മിഞ്ഞപ്പാല് തന്ന് അന്നം തന്ന് ഊട്ടി വളർത്തിയ നിൻ്റെ ഉമ്മക്ക് നീ പകരം കൊടുത്തത് ആ ഉമ്മയെ ശ്വാസം മുട്ടിക്കുകയായിരുന്നില്ലേ? ആ ഉമ്മ നിലവിളിച്ചില്ലേ, ത്വാഹ നീ എന്നെ കൊല്ലല്ലേ, നീ ഇഷ്ടപ്രകാരം നീ എന്താ തീരുമാനിച്ച പോലെ ചെയ്തോ, എന്നെ ഒന്ന് വിട് എന്ന് ഹാഫിളത്തായ ഉമ്മ. ആ ഉമ്മ ഹാഫിളത്താണ്, കുട്ടികൾക്ക് ഹിഫ്ദ് പഠിപ്പിക്കുന്ന ഉമ്മയായിരുന്നു. ഇതൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴും ത്വാഹ, പിശാച് നിൻ്റെ ഖൽബിൽ കൊണ്ടുവന്ന ദുശ്ചിന്ത കാരണം നിനക്ക് തോന്നിയില്ലല്ലോ എൻ്റെ ഉമ്മയെ ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ ഉമ്മയെ ഒന്ന് വെറുതെ വിടാം, എന്നിട്ട് ആ ഉമ്മയുടെ ശരീരം കഷ്ണങ്ങളാക്കി നീ കുഴിച്ചിട്ടല്ലേ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നീ വിചാരിച്ചോ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത വിധം നീ മറച്ചു വെച്ചിട്ടുണ്ട് നിൻ്റെ തെളിവുകളെങ്കിൽ ആകാശലോകത്തിരിക്കുന്നവൻ്റെ കണ്ണുകൾ ഇത് കാണുകയാണ്. അതൊരു ഉപമയായി പറയുന്നതാണ്. അള്ളാഹുവിന് കണ്ണുകൾ വേണ്ട, അള്ളാഹുവിന് കണ്ണുകളില്ല. റബ്ബ് കാണുന്നുണ്ട് എന്ന് നീ വിചാരിച്ചില്ലല്ലേ എന്ന് തുടങ്ങുന്ന മനോഹരമായ ഒരു വാല് തന്നെ ജഡ്ജ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവനെ കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ തോന്നുന്നുണ്ടാകാം വേണ്ടില്ലായിരുന്നുവെന്ന്. അപ്പോൾ അവൻ ചിന്തിക്കുന്നുണ്ടാകാം ഞാൻ എന്തിനിതൊക്കെ ചെയ്തു കൂട്ടിയെന്ന്. ആ കാമുകയും പോയി, ഉമ്മയും പോയി, സ്വന്തം ജീവനും പോകാൻ നിൽക്കുകയാണ്. മനുഷ്യൻ ചില നേരത്ത്, ഒരൽപ്പനേരത്ത് മനുഷ്യന് ചിന്താശേഷി നഷ്ടപ്പെടുമ്പോൾ വന്നു ഭവിക്കുന്ന മഹാദുരന്തങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? കുറഞ്ഞ സമയം മതി ഇതിനൊക്കെ. ഒരു ഡ്രഗ് അടിച്ചു കഴിഞ്ഞാൽ ബോധം ഉണ്ടാവില്ല, എന്താ പറയുന്നത്, എന്താ ചെയ്യുന്നത് അറിയോ? എന്തൊക്കെ ചെയ്തു കൂട്ടുന്നവരുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ, അള്ളാഹു നമ്മുടെ മക്കളെ കാക്കട്ടെ. നമ്മുടെ മക്കൾ എവിടെ ചെന്നാലും അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിച്ചാൽ നമുക്ക് അവരെക്കുറിച്ച് ബേജാറില്ല, നമുക്ക് പരിഭ്രാന്തിയില്ല. ഇല്ലെങ്കിൽ മയക്കുമരുന്ന് വരുന്ന വഴികൾ നമ്മൾ തടഞ്ഞു വെക്കണം. അതൊരിക്കലും തടഞ്ഞു വെക്കാൻ ഇപ്പം നടക്കുന്നു പോലും ഇല്ല. എന്നാൽ പിന്നെ നമ്മുടെ മക്കളെ ഒന്ന് മുമ്പിലങ്ങ് പൊതി കൊണ്ടുവന്ന് വെച്ചാൽ പോലും ഞാനത് തൊടില്ല എന്ന് നമ്മുടെ മക്കൾ തീരുമാനിച്ചാൽ പോരെ? ആരെന്ത് വിറ്റാലെന്താ? നമ്മുടെ മക്കളത് വാങ്ങിക്കില്ല, നമ്മുടെ മക്കളത് തൊടില്ല. ഞങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന പടച്ചവൻ്റെ സൃഷ്ടികളാണ്. അവൻ അരുത് എന്ന് പറഞ്ഞത് ഞങ്ങൾ വായിലേക്ക് കൊണ്ടുപോകില്ല എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് ഈമാനുണ്ടെങ്കിൽ അവരെക്കുറിച്ച് എന്തിനാ പേടിക്കുന്നത്? ഏത് കള്ളുഷാപ്പിൻ്റെ മുമ്പിലും അവർ പോയി ജീവിച്ചോളും. എന്തേ? അവരതൊന്നും പ്രലോഭിപ്പിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അത്തരത്തിലുള്ള ഈമാനും യഖീനും അള്ളാഹു നമുക്ക് നൽകട്ടെ. നമ്മുടെ വളണ്ടിയേഴ്സ് കളക്ഷനുമായി വരുന്നുണ്ട്, നമ്മുടെ ബക്കറ്റുമായിട്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും. അൽഹംദുലില്ലാ, നല്ല സദസ്സാണ് ഇവിടെ. വേദിയൊക്കെ ഒരുപാട് മനോഹരമായി കഴിഞ്ഞു. എനിക്ക് തോന്നുമായിരുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് നമുക്ക് സ്റ്റേജൊക്കെ ഒന്ന് ബാക്കിലോട്ടാക്കിയാൽ ഒരുപാട് ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമായി മുട്ടുന്തലയിൽ. മാഷാ അള്ളാഹ്, അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ കുറഞ്ഞ നാളുകൾക്കിടയിൽ ഇവിടെ നടന്നു, അല്ലെങ്കിൽ കുറഞ്ഞ വർഷങ്ങൾക്കിടയിൽ ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്ന ഒരാളെന്ന നിലയിലും അള്ളാഹു ഇവിടുത്തെ വിജയവും അല്ലെങ്കിൽ നാടിൻ്റെ വളർച്ചയും കാണാൻ അവസരം തന്നതിൻ്റെ പേരിൽ സന്തോഷം കൊണ്ട് പറയുകയാണ്. അള്ളാഹു നമ്മുടെ ഉമറാക്കൾക്ക് നമ്മുടെ മദ്രസയും പള്ളിയും മസ്ജിദും ഒക്കെ നടത്തിക്കൊണ്ടു പോകുന്നവർ ഒക്കെ വലിയൊരു ത്യാഗമാണ്. ഈ ഉറൂസിൻ്റെ പരിപാടിയാണെങ്കിൽ പോലും എന്തെല്ലാം ടെൻഷൻ അടിക്കണം. ബദ്രുച്ച പോലെ അവസ്ഥ കഴിയില്ല കേട്ടോ. ഇത് ബദ്രുച്ച പോയോ? പുറത്ത് പോയിട്ടുണ്ട്. കാരണം ഇത് എളുപ്പമല്ല. ഇതിപ്പോൾ ഒരുപാട് കാര്യങ്ങളെ മാനേജ് ചെയ്യണ്ടേ. ആളുകളുടെ വരവും ഇരുത്തവും, ലൈറ്റും സൗണ്ടും, ഭക്ഷണവും, ആളുകളുടെ സൗകര്യങ്ങളും, പിന്നെ കുറേ ഡയലോഗുകളും ഇതൊക്കെ കേൾക്കണ്ടേ. ഇതെല്ലാം കേട്ടിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. എളുപ്പമല്ല. അപ്പോൾ ചിലരൊക്കെ മനമെടുക്കും. ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് വേളൊക്കെ നിർത്തിവെക്കുക, എന്തിന് വെറുതെ നമ്മൾ ഈ ബഹളത്തിലേക്ക് പോകുന്നു, വേണ്ട എന്നൊക്കെ ഇബ്ലീസ് തോന്നിപ്പിക്കും, വേണ്ടാന്ന് തോന്നിപ്പിക്കും. പഠിച്ചവനെ ഞാൻ ആലോചിക്കും, പഠിച്ചവനെ അത് എത്ര വലിയ തെറ്റാണ്. പറയുന്നുള്ളൂ, പറഞ്ഞോട്ടെ, നമുക്ക് പറയാനുള്ളത് അത് കേൾക്കാനുള്ള ആളുകളുണ്ടെങ്കിൽ നമുക്ക് പറയാലോ എന്ന് മനസ്സിനെ തന്നെ പാകപ്പെടുത്തുകയാണ്. ചിലപ്പോഴൊക്കെ മടുപ്പ് വരും, മടുപ്പ് വരാം, അത് സ്വാഭാവികമാണ്. ബദ്രുച്ചാണ് പറയാൻ മടുക്കേണ്ട ബദ്രുച്ച, നമ്മളൊക്കെ ഒരേ തോണിയിലാണ് പോകുന്നത്. അതുകൊണ്ട് ജനങ്ങളുമായി ഇടപെടുന്നവർക്കൊക്കെ ഒരുപാട് കേൾക്കേണ്ടി വരും, ഒരുപാട് കേൾക്കേണ്ടി വരും. നല്ല മനുഷ്യന്മാരുണ്ട്, ഒരുപാട് നല്ല മനുഷ്യരുണ്ടാകും. പക്ഷേ അതിൽപ്പെട്ട ചില ആളുകളുടെ കുത്തുന്ന മുറിവേൽക്കുന്ന വാക്കുകളായിരിക്കും നമ്മുടെ മനസ്സിൽ അങ്ങ് തറച്ചു പോവുക. അപ്പോൾ പിന്നെ മടുപ്പ് വരും, വേണ്ട എന്നൊക്കെ തോന്നിപ്പോകും.
പഠിച്ചവനെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് മരണം വരെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉസ്താദുമാർക്ക് മടുപ്പൊരു ചിലപ്പോൾ നാട്ടിൽ നിൽക്കുമ്പോൾ അതിനവസരമുണ്ടാക്കരുത്, മനസ്സുകൊണ്ട് മടുക്കുകയും വരുത്. ശിഷ്യന്മാരുടെ സ്വഭാവം കാണുമ്പോൾ അധ്യാപകർക്ക് തോന്നും ഈ പണി വേണ്ടാന്ന്, പക്ഷേ അങ്ങ് നിർത്തിവെക്കരുത്. ആരെങ്കിലും വേണ്ടേ മക്കളെ പഠിപ്പിക്കാൻ? അതൊരു ദൗത്യമാണ് എന്നതുപോലെ അൽഹംദുലില്ലാഹ് ഹിഫ്ളുൽ ഖുർആൻ മഹാനായ ഇസ്ഹാഖ് തങ്ങളുടെ പേരിൽ മനോഹരമായ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇവിടെ സജ്ജമായി. ഇത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. മുട്ടുന്തലക്കാർ ഈ ഒരു നാടിൻ്റെ മഹാനവറുകളുടെ സാന്നിധ്യം കൊണ്ട് വിളിച്ചറിയിക്കുന്ന ഒരു മഹത്വം, വിശുദ്ധ ഖുർആൻ മനസ്സിൽ സൂക്ഷിക്കുന്ന ഹാഫിളീങ്ങൾ നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന്, ഓരോ ജമാഅത്തിനും ഖുർആൻ മനഃപ്പാഠമാക്കിയ മക്കൾ, ഇവരെക്കാളും നല്ല മുന്തിയ മക്കൾ ആരാ ഉള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. ചെറിയ മക്കൾ വരെ മൊബൈൽ കളിച്ചിരിക്കുന്ന സമയത്ത്, ഈ കാർട്ടൂണും അതും ഇതും കണ്ടിരിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കൾ ഇവിടെയുണ്ട്. അവരുടെ ഗുരുനാഥരുണ്ട്, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാടിന് ഇത്രയും വലിയൊരു സൗഭാഗ്യം ഇനി എന്താ കിട്ടാനുള്ളത്? അതിനു പുറമെ ഒരു ദർസ് കൂടെ ഇവിടെ വേണം എന്ന് നമ്മുടെ സംഘാടകർ സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ദർസ് വേണം, കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിട്ട് നല്ലൊരു ദർസ് ഇവിടെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇതൊക്കെ സാധിപ്പിച്ചു തരട്ടെ. ഇതൊക്കെ നിങ്ങളുടെ പരിശ്രമമാണ്, നിങ്ങളെല്ലാവരുടെയും കൂട്ടായ സഹായം കൊണ്ടാണ്. ഒരു കുട്ടിക്കൊരു വർഷത്തേക്ക് 40,000 രൂപ ഒരു വർഷത്തേക്ക് ചിലവുണ്ട്. അത് നമ്മളൊരു 8 മാസത്തേക്ക് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രയേ വരുന്നുള്ളൂ? ഒരു 10,000 വരും അല്ലേ? 10,000 വരും. അങ്ങനെയാണെങ്കിൽ ഒരു 12 മാസങ്ങളാകുമ്പോൾ അതിലും താഴെ ഒരു 8,000 മറ്റോ വരുന്നുള്ളൂ. ഏതായിരുന്നാലും 17 കുട്ടികളെ എങ്ങാനും ഇവിടെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞു എന്നറിയാൻ പറ്റി. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് മുസ്തഫ ഹുദവി ആക്കോട് അവറുകൾ ഇന്നലെ ഇവിടെ സംസാരിച്ചു എന്നും അറിയാൻ പറ്റി. ഇനിയും നമുക്ക് അടുത്ത വർഷം ഒരു 15 കുട്ടികളെ കൂടെ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു 10-18 കുട്ടികളെ കൂടെ സ്പോൺസർ ചെയ്യേണ്ടതുണ്ട്. ഒരു 18 ആളുകൾ, അതിന് കഴിവുള്ള, അള്ളാഹു നിഅമത്ത് ചെയ്ത ആളുകൾ. ഞാൻ പറഞ്ഞു, സൺലൈറ്റ് ഗ്രൂപ്പൊക്കെ കൂടെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കണത്? അപ്പോൾ പറഞ്ഞു, ഒരു കൂട്ടർ മാത്രം ചെയ്താൽ പോരല്ലോ, എല്ലാവർക്കും എൻ്റെ കൂലി കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും കൂലി കിട്ടാനാണെങ്കിൽ അൽഹംദുലില്ലാഹ് മുട്ടുന്തല റഷീച്ചയും ഇവരും നമ്മുടെ കച്ചവടക്കാർ ഒരുപാട്, നമ്മുടെ സുഹൃത്തുക്കൾ ദുബൈയിലും ഷാർജയിലും അബുദാബിയിലൊക്കെ ഉണ്ട്. നമ്മുടെ ഒരുപാട് വളരെ അടുത്ത സുഹൃത്തുക്കൾ ഈ നാട്ടുകാരാണ്. എല്ലാവരും ഉറൂസാകുമ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുമുണ്ട് അൽഹംദുലില്ലാഹ്. അവരൊക്കെ ഒന്ന് വിചാരിച്ചാൽ ഒരു ചെറിയ കൂട്ടായ്മയെ കൊണ്ട് തന്നെ ഇത് നടക്കും. ഒരു ഗൾഫ് കമ്മിറ്റി ഉണ്ടെങ്കിൽ അത് നടക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അത് മാത്രം പോരാ, നാട്ടുകാർക്കും കൂലിയിട്ടണ്ടേ, എല്ലാവർക്കും അതിൻ്റെ ഒരു ഓഹരി കിട്ടണ്ടേ. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ ഈ ബാക്കിലുള്ള ഈ കെട്ടിടം ഇസ്ഹാഖിയ്യ എന്നാണ് അതിൻ്റെ പേര് അല്ലേ? ഇസ്ഹാഖിയ്യ ഹിഫ്ളുൽ ഖുർആൻ കോളേജ്. അവിടെ നിങ്ങൾ നേരിട്ട് വന്നിട്ട് പറയണം. ഇവിടെ നിങ്ങളെ പേര് വിളിപ്പിച്ച് നിങ്ങളുടെ കൂലി ഞാൻ കളയുന്നില്ല. നിങ്ങളായിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, ഒരു കുട്ടിയെ എനിക്ക് ഖുർആൻ പഠിക്കാൻ പറ്റിയിട്ടില്ല, ഒരു കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കാം, 40,000 രൂപ ഒരു വർഷത്തേക്കല്ലേ അള്ളാഹു എനിക്ക് തന്ന കച്ചവടം, എനിക്ക് തന്ന ശമ്പളം, ഞാൻ അതിൽ നിന്ന് ഇതിന് മാറ്റിവെക്കാം എന്ന് നിയ്യത്ത് ചെയ്യുന്ന ഒരു 18 ആളുകളെ നമുക്ക് ആവശ്യമുണ്ട്. ഇൻഷാ അള്ളാഹ് അത് നിങ്ങൾ ഏറ്റെടുക്കണം. ഇൻഷാ അള്ളാഹ് ഒരുപക്ഷെ ഒരാഴ്ച കഴിഞ്ഞിട്ടെങ്കിലും ബദർച്ചാനെ ഞാൻ വിളിക്കും. എന്തായി കാര്യങ്ങൾ, ആളുകൾ ആരെങ്കിലും ഏറ്റെടുത്തോ എന്നൊരു വിവരം അറിയാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാവരും മത്സരിച്ച് വരണം. അത് തീർന്നുപോയി, കോട്ട തീർന്നു എന്ന് പറയണം. അത്രക്കും ഗംഭീരമായി മുട്ടുന്തലയിലെ നമ്മുടെ ഹിഫ്ളുൽ ഖുർആൻ മാറണം. ഇത് ആർക്കും, നാടിനും മഹലിനും ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കാനില്ലാതെ AC എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് മാഷാ അല്ലാഹ്. അവർക്ക് താമസ സൗകര്യം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് ആളുകൾ ചെലവഴിച്ചതിൻ്റെ ബാക്കിയാണ് ഇപ്പം നിങ്ങൾ അറിയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും വെറും കയ്യോടെ മടക്കരുത്. ഒരു കുട്ടിയുടെ പകുതി ചെലവ് ഞാൻ തരാം, ഒരു കൊല്ലത്തേക്ക് 20,000. അങ്ങനെ പറ്റുന്നവരങ്ങനെ, മുഴുവൻ ഏറ്റെടുക്കാൻ പറ്റുന്നവരങ്ങനെ നമ്മുടെ ഈ മുട്ടുന്തലയെ ഇൻഷാ അല്ലാഹ് ഉത്തുംഗതയിലേക്ക് എത്തിക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഒന്ന് എഴുന്നേറ്റ് 3 സ്വലാത്ത് ചൊല്ലിയിരിക്കുകയല്ലേ ഇൻഷാ അല്ലാഹ്. ഇന്ന് ബക്കറ്റ് ഇങ്ങോട്ട് വന്നില്ലല്ലോ. صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങൾ അറിയുന്നുണ്ടോ, ഈ സ്വലാത്ത് ഹബീബിന് കേൾപ്പിക്കപ്പെടുകയാണിപ്പോൾ. അതുകൊണ്ട് ആ ഓർമ്മയിൽ തന്നെ വെറുതെ അന്തം വിട്ട് ചൊല്ലരുത്. നല്ല ബോധ്യത്തോടുകൂടെ പോകുന്നുണ്ടല്ലേ, നല്ല ബോധ്യത്തോടുകൂടെ ചൊല്ലുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. സല്ലു അലൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد
وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جزاكم الله خيرا കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ടിരുന്നോളേ അൽഹംദുലില്ലാഹ് നമ്മുടെ പുസ്തകം വായിക്കണേ നമ്മുടെ പ്രകാശതീരം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് സ്വീകരിക്കണേ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു സ്ഥാപനമുണ്ട് കുനിയയിലെ കുനിയ കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് IT ഇൻഫർമേഷൻ ടെക്നോളജി ഹൈവേ എന്ന് നോക്കിയാൽ തന്നെ തലയെടുപ്പോടുകൂടെ നിൽക്കുന്ന ഒരു വലിയ മഹാസ്ഥാപനം അള്ളാഹു അതിന് നേതൃത്വം കൊടുക്കുന്ന ആ മഹാനായ മനുഷ്യൻ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നിഅമത്തും ബറക്കത്തും അള്ളാഹു ഏറ്റി കൊടുക്കട്ടെ അവരുടെ ഭാര്യയ്ക്കും അള്ളാഹു പരിപൂർണമായ ആഫിയത്തും സലാമത്തും നൽകട്ടെ അവരുടെ മക്കളിൽ അള്ളാഹു സലാമത്തും ആഫിയത്തും ഷിഫയും അള്ളാഹു നൽകട്ടെ കുനിയ കോളേജ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ MBA MCA BBA BCA 4 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിക്കുകയാണ് 2024-25 ഇപ്പോൾ ഇത് ഓപ്പണാണ് അതുകൊണ്ട് മുഴുവൻ ആളുകളും ആ ഒരു മഹാസ്ഥാപനം ഇൻഷാ അല്ലാഹ് അതിൻ്റെ എടുപ്പിലും മട്ടിലും ഭാവത്തിലും അതിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും ഒരു വ്യക്തിയുടെ ഒറ്റക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റാണത് അദ്ദേഹം ഓയിൽ ബിസിനസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു സാറേ എൻ്റെ ഓയിൽ ബിസിനസ്സിലെ വരുമാനം ഞാൻ ഇതിലേക്ക് എടുക്കൂല കാരണം അത് പരമില്ല് കൂടും അല്ലെങ്കിൽ കുറയും മെഷീൻ പാക്ക് ചെയ്യുന്ന പാക്കുകളല്ലേ ഓരോ ബോട്ടിലുകൾ അതിലൊരു പക്ഷേ കുറച്ച് കൂടുതൽ വന്നേക്കും ചിലതിലിപ്പോൾ കുറഞ്ഞു വന്നേക്കും അതുകൊണ്ട് ഞാൻ എടുക്കുന്ന പൈസ ഇതിനും പ്യൂർ ഹലാലായ പൈസയെ ഈ സ്ഥാപനത്തിന് ഞാൻ ചെലവഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ മറ്റു വരുമാനങ്ങളിൽ നിന്നാണ് ഈ സ്ഥാപനത്തെ അദ്ദേഹം 2 വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ പടുത്തുയർത്തിയത് വലിയ കോടികൾ ചെലവഴിച്ചു എന്ന് പറയേണ്ടി വരും 500 കോടിയൊന്നും അവിടെ നിൽക്കില്ല അതിലപ്പുറം അദ്ദേഹം ചെലവഴിച്ചു കഴിഞ്ഞു സ്വന്തം ഭാര്യയുടെ പേരിൽ അവർക്ക് നാളെ ആഖിറത്തിലേക്കൊരു മുതൽക്കൂട്ടാവണമെന്ന് ജീവിച്ചിരിപ്പുള്ള എന്നാൽ ആരോഗ്യപരമായി വലിയ പ്രയാസങ്ങളുള്ള തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ആ പ്രിയപ്പെട്ട നമ്മുടെ ഹാജിയാർ സമർപ്പിക്കുന്ന വലിയ ഒരു വൈജ്ഞാനിക കേന്ദ്രമാണ് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം അതിനിയും ലോകോത്തര നിലവാരമുള്ള വലിയ യൂണിവേഴ്സിറ്റിയായി മാറണം അതിനുള്ള പരിശ്രമങ്ങളിലാണ് അള്ളാഹുദിനെ ഉന്നതിയിലേക്ക് ഉയർത്തി കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആയിരിക്കുകയാണ് കുടുംബത്തിന് വേണ്ടി ദുആയിരിക്കുക ഒരു ഫോട്ടോയ്ക്കും ഒരു മീഡിയയുടെ മുമ്പിലും അദ്ദേഹം നിൽക്കാറില്ല അദ്ദേഹത്തെ കാണൂല അത്രയും ആരും അറിയണ്ട എന്ന് വിചാരിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ അസുഖങ്ങളുണ്ടെങ്കിൽ ശിഫ നൽകട്ടെ അവരുടെ സംരംഭങ്ങളിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ അങ്ങനെയൊക്കെ ഒരാൾ നാട്ടിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചില്ലറയാണോ ഇതൊക്കെ ഇതൊരു റിട്ടേൺ കിട്ടാനുള്ളതല്ല ഇതൊരു വരുമാനത്തിനുള്ളതല്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണെങ്കിൽ ഈ കാശ് അവിടെ ഗൾഫിലെങ്ങാനും ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അവിടെ വല്ല വില്ലയും വല്ല ഡെവലപ്മെൻറ്റും ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് ഉമ്മത്തിന് വേണ്ടിയാണ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഇവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് പ്രത്യേകമായും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ് ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ ഭൂമിയിലേക്ക് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പറഞ്ഞയച്ചതിന് ശേഷം ഭൂമിയിൽ നടക്കുന്ന ആദ്യത്തെ പാതകം കൊലപാതകമാണ് ആ കൊലപാതകത്തിന് കാരണമായത് അസൂയയാണ് രണ്ടുപേരോടും ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കാൻ വേണ്ടി പറയുകയും ഫതഖുബ്ബില മിൻ അഹദിഹിമാ അന്നൊക്കെ ഒരു നേർച്ചയാക്കിയാൽ അള്ളാഹു അത് സ്വീകരിച്ചോ ഇല്ലയോ എന്നറിയാൻ ഒരു തുറന്ന സ്ഥലത്ത് അവനവൻ നേർച്ചയാക്കുന്ന സാധനം കൊണ്ടുപോയി വെച്ചാൽ ഒരു വലിയ തീ വന്നതിനെ കരിച്ചു കളഞ്ഞു കൊണ്ടുപോകലായിരുന്നു പതിവ് അങ്ങനെ ഹാബീൽ എന്ന നല്ല മനുഷ്യൻ്റെ കൊച്ചനുജൻ്റേത് സ്വീകരിക്കപ്പെടുകയും അസൂയ കൊണ്ട് മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന ഖാബീലിൻ്റേത് സ്വീകരിക്കപ്പെടാതിരിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം അനുജനെ
സ്വന്തം അനുജൻ കണ്ടുവച്ച പെണ്ണ് എനിക്ക് വേണം എന്നാലോചിച്ച് ആ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച് സ്വന്തം സഹോദരനോട് അസൂയ കാണിച്ച ചരിത്രമാണ് ഹാബീലിൻ്റെയും ഖാബീലിൻ്റെയും ചരിത്രം. സുബ്ഹാനല്ലാഹ്, മനുഷ്യകുലത്തിൻ്റെ തുടക്കമാണത്. അതുകൊണ്ട് തന്നെ ആ ഒരു തലമുറയിൽ അനുവദിച്ച പലതും പിന്നീടുള്ള തലമുറകളിൽ അള്ളാഹു അനുവദിച്ചിട്ടില്ല. ആ വിവാഹം നടക്കുന്നത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തമ്മിലുള്ള വിവാഹമാണത്. കാരണം വേറെ മനുഷ്യർ ഇവിടെ വേറെ ഇല്ലായിരുന്നു. അത് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ് എന്താണ് എന്ന് അപ്പോൾ പറയുന്നവർ പറയണം. പിന്നെ എന്താണ് ഇവിടെ ചെയ്യേണ്ടിയിരുന്നത്? അള്ളാഹു അത് അനുവദിച്ചു കൊടുത്തു. അനുവദിക്കാനും നിരോധിക്കാനും അധികാരമുള്ളവനാണ് സൃഷ്ടാവ്. അത് മനസ്സിലാക്കുന്നവർക്ക് ഇതൊരു വിഷയമേ അല്ല. അല്ലാത്തവർക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഫതുഖുബ്ബില മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. വിശുദ്ധ നബി തങ്ങൾ പറയുമായിരുന്നു, ഉമ്മത്തികളെ, എൻ്റെ ഉമ്മത്തിൽ ഞാൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ ഫിത്നത്തുൻ നിസാ, പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഫിത്നയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാമുകന്മാർ, ബെസ്റ്റീസും അല്ലാത്തവരും, ഫ്രണ്ടുകളും ക്രഷുകളും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യ ശരീരത്തിൽ കിടക്കുന്ന അള്ളാഹു സന്നിവേശിപ്പിച്ച മനുഷ്യനിലെ ചില ഹോർമോണുകളെ പ്രവർത്തിപ്പിച്ച് തിന്മകൾ ചെയ്യാൻ പിശാച് പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന കാലമാണിത്. അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്നോ കൂടെ കൊണ്ടുപോകണമെന്നോ ആലോചിക്കുമ്പോൾ അവളോട് മറ്റാർക്കെങ്കിലും ബന്ധമുണ്ടോ എന്നാൽ പിന്നെ അവനെ ശരിയാക്കണം. പിന്നെ അങ്ങനെയായി ചിന്ത. കൊട്ടേഷൻ സംഘങ്ങളെ സ്വീകരിക്കുന്നവരെ, ഒരു ജീവൻ അള്ളാഹു അനുവദിക്കാത്ത പരിശുദ്ധമായ ഒരു ജീവൻ, അള്ളാഹു പൊറുക്കാത്തൊരു പാതകം ചെയ്യാൻ കാരണമാകുന്നത് ഒരു പ്രേമമായിരിക്കും. കോളേജിലോ മറ്റോ തുടങ്ങിയ പ്രേമബന്ധമായിരിക്കും. അവൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും, അവൾക്ക് മക്കളായിട്ട് കാണും, അവർ ഭർത്താവിൻ്റെ കൂടെ അന്തസ്സ് ജീവിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും പിന്നെ ഒരു സ്കൂൾ 10ാം ക്ലാസ് കൂട്ടായ്മ, 1988 +2 കൂട്ടായ്മ. അപ്പം അന്ന് കാണുമ്പോൾ കൂടെ അന്ന് പിന്നാലെ നടന്നിരുന്ന ആളുകൾ, കൂട്ടുകാരികളും കൂട്ടുകാരന്മാരും കണ്ടുമുട്ടുമ്പോൾ ഇബ്ലീസിൻ്റെ ചില വർക്കുകൾ അവിടെ വർക്കൗട്ടാകും. നമ്മളെക്കാളും സ്മാർട്ടാണ് ഇബ്ലീസ് എന്ന് എപ്പോഴും മനസ്സിലാക്കണം. ഏറ്റവും വലിയ ടെക്നോളജി അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ചില ഉണങ്ങി മരിച്ച് ദ്രവിച്ചു പോയിരുന്ന ചില ചിന്തകൾ അപ്പോൾ ഉണരുകയായി. കെയറും സപ്പോർട്ടും എന്ന പേരിൽ ആ ബന്ധങ്ങൾ പുനർജനിക്കുകയായി. അന്തസ്സിൽ ജീവിച്ചിരുന്ന കുടുംബിനികൾ പിന്നെ ഇറങ്ങി ഓടുകയായി. കുടുംബമില്ല, മക്കളില്ല, ഭർത്താവില്ല, നാട്ടുകാരില്ല, ഒന്നുമില്ല. ഏതോ ഒരു ശാരീരിക സുഖത്തിന് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ എല്ലാ പൊലിമയും തീർന്നു. ഇനി എന്ത് എന്ന് അന്തം വിട്ട് ചിന്തിച്ചു പോകുന്ന ഇത്തരം ഫിത്നകളൊക്കെ വരുന്നത് ഒരു കുടുംബത്തിന്, ഒരു വീടിന് മാത്രമല്ല, ഒരു കുടുംബത്തിന് മാത്രമല്ല, ഒരു മഹലിനൊരു നാടിനൊരു പഞ്ചായത്തിന് എത്ര അപമാനമാണ്. അന്തസ്സിൽ ജീവിക്കേണ്ട, മനുഷ്യൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് ഒരു പെണ്ണിന് വേണ്ടിയാണ്. ഇന്നും നടക്കുന്നത് അങ്ങനെ തന്നെയാണ്. തട്ടിക്കൊണ്ടുപോകലുകളും കിഡ്നാപ്പുകളും മർഡർ അറ്റംപ്റ്റുകളും എല്ലാം നടക്കുന്നത്, ഭീഷണികൾ നടക്കുന്നത് പെണ്ണിനെ ചൊല്ലിയാണ്. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണേ. ഇന്ന അവ്വല ഫിത്നത്തിൻ ഫീ ബനീ ഇസ്രായീല കാനത് ഫിന്നിസാ. മനുഷ്യകുലങ്ങളിൽ ഏറ്റവും കൂടുതൽ സമുദായങ്ങളായി വളർന്നു വന്നത് ബനു ഇസ്രായേലുകളാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഒരു സഹോദരനുണ്ട്, ഐസ് എന്ന് പറയുന്ന സഹോദരൻ. യാക്കൂബ് നബി ഇസ്ഹാഖ് നബിയുടെ മകനാണ്. ഇസ്ഹാഖ് നബിക്ക് 2 മക്കളാണ്, ഒന്ന് യാക്കൂബ് നബി, മറ്റൊന്ന് ഐസ്. ഐസ് എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്നാണത്രേ യൂറോപ്യന്മാരും അമേരിക്കൻസും ആ ഭാഗങ്ങളിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും മനുഷ്യപിതാവ് ഐസ് ഇബ്നു ഇസ്ഹാഖ്. ഇസ്ഹാഖ് നബിയുടെ മകൻ ഐസാണത്രേ. എന്നാൽ ജോർഡാൻ, ലെബനോൻ, പാലസ്റ്റൈൻ, ജസീറത്തുൽ അറബ് അടക്കമുള്ള അവിടെ നിന്നിങ്ങോട്ടുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളുടെ മനുഷ്യരുടെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാമാണ്. യാക്കൂബ് നബിയുടെ 12 മക്കളിലൂടെയാണ് അവർ വരുന്നത്. മനുഷ്യൻ്റെ ആന്ത്രോപോളജി, ഇസ്ലാമിക് ആന്ത്രോപോളജി അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്.
ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പുണ്യനബി പഠിപ്പിച്ച ഹദീസാണ് നമ്മൾ ചർച്ചയ്ക്ക് വെക്കുന്നത്. എൻ്റെ മുമ്പിൽ കിടക്കുന്ന പ്രൂഫുകൾ അതാണ്, അത് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. പല സോഷ്യോ സയൻറ്റിസ്റ്റുകൾക്കും വേറെ അഭിപ്രായങ്ങളുണ്ടാകാം, ആയിക്കോട്ടെ, അതൊന്നും കുഴപ്പമില്ല. ഈസിൻ്റെ മക്കളാണ് യൂറോപ്യരെങ്കിൽ ബനു ഇസ്രായേലുകളുടെ പിതാവാണ് യാക്കൂബ് അലൈഹിസ്സലാം. രണ്ടുപേരും ഇസ്ഹാഖ് നബിയുടെ മക്കളാണ്. ഇസ്ഹാഖ് നബിയാണെങ്കിലോ ഇബ്രാഹിം നബിയുടെ മകനാണ് അലൈഹിസ്സലാം. നിങ്ങൾ ആ ചിത്രം ശരിക്കും കിട്ടിക്കാണുമ്പോൾ ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. ബനു ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ ഒരു സമൂഹത്തിൽ ആദ്യം നടന്ന ഫിത്നയും ആദ്യം നടന്ന പ്രശ്നവും ഫിന്നിസാ, ഒരു പെണ്ണിനെ ചൊല്ലിയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല സഹോദരിമാരെ, നിങ്ങൾ മോശക്കാരികളായതുകൊണ്ടല്ല, നമുക്കിടയിൽ കിടക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് ഉണ്ടാകുന്ന അബദ്ധമായിരിക്കും അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുക. അതുകൊണ്ട് വളരെ വൾനറബിളാണ് നമ്മുടെ ജീവിതം എന്ന് മനസ്സിലാക്കണം. സ്ഫടിക സമാനമാണ്, തട്ടിയുടയാൻ എളുപ്പമാണ്. കണ്ട ഇൻസ്റ്റഗ്രാമിലും മറ്റും ഫ്രണ്ട്ഷിപ്പ് ആഡ് ചെയ്ത് ഒരു പരിചയവുമില്ലാത്ത ആളുകളുമായി നിരന്തര ബന്ധത്തിലും സമ്പർക്കത്തിലുമായി ആ ബന്ധങ്ങൾ പ്രേമമായി മാറി, പിന്നെ കാഴ്ചകളായി, മീറ്റിങ്ങുകളായി, അങ്ങനെ ജീവിതം വഴിവിട്ടു പോകുമ്പോൾ ആലോചിക്കണമേ, ഞാനൊരു ഫിത്നയിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പുരുഷന്മാരറിയണേ, ഫിത്ന പിശാച് കൂടെ കൂടുന്നത് പെണ്ണിൻ്റെ വിഷയം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ്, അവരുടെ സൗന്ദര്യത്തിൽ മോഹിപ്പിച്ചുകൊണ്ടാണ്, വികാരമിളക്കുന്ന ചില ചിന്തകൾ നൽകിയതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഖാബീലും ഹാബീലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഖാബീൽ അനുജനോട് കാണിച്ച അസൂയയാണ്. ആ അസൂയ തന്നെ ഖാബീൽ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച പെണ്ണിനെ ആദം നബി അലൈഹിസ്സലാം ഖാബീലിന് കൊടുക്കാതെ ഹാബീലിന് നിയമിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിലാണ്. തന്നെ കൊല്ലാൻ കൈനീട്ടുമ്പോൾ ഹാബീൽ പറഞ്ഞ വാക്കുണ്ട്, നീ എന്നെ കൊല്ലാൻ വേണ്ടി കൈനീട്ടുകയാണെങ്കിൽ, എനിക്ക് നേരെ നീ കൈനീട്ടുകയാണെങ്കിൽ നിന്നെ കൊല്ലാൻ ഞാനില്ല, ഞാൻ നിന്നെ തിരിച്ചു കൊല്ലാൻ ശ്രമിക്കുക പോലുമില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. അതുകൊണ്ട് ക്യാമ്പസുകളിൽ താമസിക്കുന്ന മക്കൾ, കോളേജുകളിൽ പോയി വരുന്ന മക്കൾ, പ്രായപൂർത്തിയായ മക്കളാണ് ഇവരൊക്കെ ഒന്ന് ആലോചിക്കണം. 13 വയസ്സ് കഴിഞ്ഞാൽ 14 15 മാക്സിമം ശരീരത്തിന് പ്രായപൂർത്തിയാകുന്ന പ്രായമാണ്. അതുകൊണ്ട് മിക്സ്ഡ് ക്ലാസ് റൂമുകളാണ് നമ്മുടെ സ്കൂളിലോ കോളേജിലോ ഉള്ളതെങ്കിൽ പോലും ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം വളരെ നിയന്ത്രിതമായ ബന്ധങ്ങളെ ഓപ്പോസിറ്റ് ജെൻഡറുമായി പാടുള്ളൂ എന്ന് പറയുന്ന മതമാണ് ഇസ്ലാം. നിയന്ത്രണങ്ങൾ വേണം. ഇത് ആഭാസമായി ജീവിക്കുന്ന ലോകമല്ല, വിചാരണയ്ക്ക് വിധേയമാവേണ്ട ലോകമാണ്. ഒരു നിക്കാഹിലൂടെ അനുവദിക്കപ്പെടുന്ന ബന്ധം പോലെയല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ. നിക്കാഹിൻ്റെ ബന്ധത്തിൻ്റെ 1000-ൽ 1 അംശത്തിലേക്ക് എത്തുകയില്ലല്ലോ. കൂടെ പഠിച്ചു എന്ന ബന്ധം, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടായിരുന്നു എന്ന ബന്ധം, അല്ലെങ്കിൽ എന്നെ എക്സാമിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ബന്ധം. അതുകൊണ്ട് ഗൗരവമാണ്, ശ്രദ്ധിക്കണം. ഒരു തിന്മ സംഭവിച്ചു പോകുന്നതാണ് അപകടം. അത് കഴിഞ്ഞാൽ തിന്മകൾ ആവർത്തിക്കും. ആദ്യത്തെ തിന്മയാണ് പ്രശ്നം. അതിനവസരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിറകെ വരുന്ന തിന്മകൾ അതിലും നിസ്സാരമായി തോന്നും. അത് വലിയ അപകടമാണ്. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക്. ഖാബീലേ, നീ ചെയ്ത കുറ്റത്തിൻ്റെ പാതകം, നീ എന്നെ കൊല്ലുന്ന കൊലപാതകത്തിൻ്റെ ശിക്ഷയും ഇതെല്ലാം നിന്റെ അക്കൗണ്ടിലേക്ക് വരണം. നീ എന്നെ കൊല്ലാൻ വരുമ്പോൾ പോലും നിന്നെ തിരിച്ചു കൊല്ലാൻ ഞാൻ കൈ നീട്ടുകയില്ല എന്ന് വളരെ നിഷ്കളങ്കമായി മറുപടി കൊടുത്ത ഹാബീൽ ആദ്യത്തെ കൊലപാതകത്തിൽ മരണമടഞ്ഞ സഹോദരനാണ്. ജ്യേഷ്ഠനാണ് അനുജനെ കൊല്ലുന്നത്, ജ്യേഷ്ഠനാണ് അനുജനെ കൊന്നത്. ഒരു വീട്ടിൽ നടന്ന കൊലപാതകമാണ്. ഭൂമിയിൽ നടന്ന ആദ്യത്തെ കൊലപാതകം, ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത്.
സ്വർഗലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വന്നപ്പോൾ ആദ്യം നടന്നത് കൊലപാതകമാണ്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ഭൂമിയിൽ നടക്കുന്ന സർവ്വ കൊലപാതകങ്ങളുടെയും ശിക്ഷയിൽ ഒരംശം ഖാബീലിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിഅന്നഹു, കാരണം അവനാണ് അവ്വലു മൻ സന്നൽ ഖത്ൽ, കൊലപാതകം തുടങ്ങി വെച്ചത് അയാളാണല്ലോ. അതുകൊണ്ട് ആരൊക്കെ തന്നെ തുടർന്ന് ആ പണി ചെയ്യുന്നുണ്ടോ, തന്നിൽ ഇൻസ്പയർഡായിട്ട് ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം ഖാബീലിന് അവരുടെ ശിക്ഷ പോലത്തൊരു ശിക്ഷ അള്ളാഹു നൽകുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവൻ നൽകിയത് അള്ളാഹുവാണ്, അത് തിരിച്ചെടുക്കാൻ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ. ഒരു മനുഷ്യനും ഒരാളെ ജീവൻ എടുക്കുക സാധ്യമല്ല. നമ്രൂദുമായി സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം സംവാദം നടത്തുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ റബ്ബാണ് യുഹീ വയുമീത്, ജീവൻ നൽകുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. അപ്പോൾ നമ്രൂദ് എന്ത് പറഞ്ഞു? ജയിലിൽ കിടക്കുന്നവർ രണ്ടാളുകളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ദേ വേ സെന്റൻസ്ഡ് ഡെത്ത്. അവർ വധശിക്ഷ നടപ്പാക്കപ്പെടുന്ന ആളുകളാണ്. അവരെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഒരാളോട് പറഞ്ഞു നീ പൊയ്ക്കോ, മറ്റേയാളെ അവിടെ വെച്ച് കൊല്ലാൻ പറഞ്ഞു. കണ്ടില്ലേ, ഞാൻ ജീവൻ കൊടുത്തു, ഞാൻ ഒരാളെ കൊന്നു. ജീവൻ എടുക്കാനും ജീവൻ കൊടുക്കാനും ഇബ്രാഹീമേ അലൈഹിസ്സലാം, നിന്റെ പടച്ചവന് കഴിയുന്ന പോലെ എനിക്കും കഴിയുമെന്ന് നമ്രൂദ് വാദിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം അതിന് മറുപടി കൊടുക്കുന്നില്ല. കാരണം ആ പറഞ്ഞ വാദം അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ട്? ഒരു മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്നത് ഒരു ബോഡിയുടെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യലാണ്. റൂഹ് നിലനിൽക്കാൻ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്ത് സെറ്റപ്പ് വേണമോ എന്ന് അള്ളാഹു തീരുമാനിച്ചതിനെ ബ്രേക്ക് ചെയ്യുകയാണ് ഒരു കൊലപാതകി ചെയ്യുന്നത്. എന്നാൽ മരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രോഗിയുടെ ദേഹത്ത് തൊടാതെ ആ ദേഹത്ത് നിന്നും ദേഹിയെ, റൂഹിനെ പിടിച്ചെടുക്കാൻ ഒരു മനുഷ്യന് കഴിയുമോ? ആ ബോഡിയിൽ ഡാമേജ് ചെയ്യരുത്, ആ ബോഡിയിൽ വിഷം കുത്തിവെക്കരുത്, ആ ബോഡിയിൽ നിങ്ങൾ അപകടം വരുത്തരുത്. കിടന്ന മനുഷ്യനെ ആ കിടക്കുന്ന കിടപ്പിൽ നിന്ന് റൂഹിനെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എങ്കിലാണ് എനിക്ക് മരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തർക്കിക്കാൻ നിന്നില്ല. എൻ്റെ പടച്ചവൻ ആരെന്നറിയുമോ? എൻ്റെ പടച്ചവനാണ് സൂര്യനെ കിഴക്കുദിപ്പിക്കുന്നത്, നീ അങ്ങ് ഉദിപ്പിച്ചേ സൂര്യനെ പടിഞ്ഞാറു നിന്ന്. ദൈവനിഷേധിയായ നിരീശ്വരവാദിയായ നമ്രൂദ് ഉത്തരം മുട്ടി എന്ന് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ജീവിതവും മരണവും അള്ളാഹു സംവിധാനിക്കുന്നതാണ്. ഒരു റൂഹിനെയും നശിപ്പിക്കാൻ, ആ ശരീരം ബ്രേക്ക് ചെയ്യാൻ അള്ളാഹു ആരെയും അനുവദിച്ചിട്ടില്ല, കോടതികൾക്ക് നൽകിയ അധികാരമൊഴികെ, കോടതികൾ ശിക്ഷ വിധിക്കുന്നതൊഴികെ. അതും ജഡ്ജിമാർ അത്രക്കുമേൽ സൂക്ഷ്മതയോടുകൂടെ വിശകലനം ചെയ്ത് പഠിച്ചതിന് ശേഷം കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ ഒരു മനുഷ്യനെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുകയാണ്, ആ വലിയൊരു പാതകം ചെയ്യാൻ നിമിത്തമായത് എന്തേന്നറിയുമോ? അൽ ഹസദു, അസൂയയായിരുന്നു. അസൂയയാണ്. ഒരു ആലുവ കച്ചവടക്കാരനടുത്ത ആലുവ കച്ചവടക്കാരനോട് ചിലപ്പോൾ ഒരു പക്ഷേ, ഒരു ഒപ്റ്റിക്കൽസിന് അടുത്ത ഒപ്റ്റിക്കൽസിന്, ഒരു കാർ ഷോപ്പുകാരൻ അടുത്ത കാർ ഷോപ്പിനോട്, ഒരു ജ്യൂസ് വിൽക്കുന്ന കടക്കാരൻ അടുത്ത ജ്യൂസ് കടയോട്, ഒരു റെസ്റ്റോറൻറ്റുകാരന് തൊട്ടപ്പുറത്ത് വരുന്ന റെസ്റ്റോറൻറ്റ് കടക്കാരനോട് ഇങ്ങനെയൊക്കെ തോന്നാം. ഒരു മുസ്ലിയാർക്ക് വേറെ മുസ്ലിയാരോടും തോന്നാം, ഒരു എഞ്ചിനീയർക്ക് വേറെ എഞ്ചിനീയറോട് തോന്നാം, എല്ലാവർക്കും. ഇനി ഒരു മൈക്ക് സെറ്റർക്ക് അടുത്ത മൈക്ക് സെറ്റരോട് തോന്നാം. സ്വാഭാവികമാണ്. എന്തേ? മനുഷ്യൻ വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്തിയെടുക്കുന്നതാണെന്നാണ്. ആണോ? അല്ല. നിങ്ങളുടെ റിസ്ക്കിൽ നിന്ന് ഒരക്ഷരം, ഒരു ഫിൽസ് പോലും കുറയാതെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുകാരന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും. നിങ്ങളുടെ റിസ്ക് എടുത്ത് അതിൽ നിന്ന് പകുതിയല്ല അടുത്തവന് കൊടുക്കുന്നത്. പിന്നെയോ, നിങ്ങൾക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാൻ അള്ളാഹു കഴിയും. ഒരു കഷ്ണം വാങ്ങിയവനെ കൊണ്ട് 2 കിലോ വാങ്ങിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് എൻ്റെ അരികത്ത് വന്ന കച്ചവടക്കാരന് റബ്ബേ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന കച്ചവടക്കാർ വേണം. അവൻ പൊളിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്നവരല്ല വേണ്ടത്. അങ്ങനെ ചെയ്യുക. കോഴിമുട്ട, അനങ്ങിയ മുട്ട പരിപാടിയാണ്. കൂടോത്രം ചെയ്യുക.
സിഹിർ ചെയ്യുക, ഓടിക്കാൻ, മാരണം ചെയ്യുക. ആ സാധു എന്തൊക്കെയോ പണ്ടവും സ്വർണ്ണമൊക്കെ വിറ്റിട്ട് തുടങ്ങിയ കച്ചവടമായിരിക്കും. ഇപ്പം കൊണ്ടുവന്ന് കൂടോത്രം ചെയ്യും. അവിടെ ആ സാധനം ഇത് കണ്ടുപിടിക്കാനും കഴിയില്ല. അങ്ങനെ കസ്റ്റമർ ആരും കയറാണ്ടാവും, പോയി പോവുകയും ചെയ്യും. ഇന്നിപ്പോൾ അതും കച്ചവടം, കൊലപാതകം വരെ എത്തി. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ. അബദ്ധങ്ങളിലും ഇതുപോലെയുള്ള വീഴ്ചകളിലും ചെന്ന് പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, അസൂയയാണ് മനുഷ്യനുള്ളത്. ഒരുത്തൻ്റെ വീട് കാണുമ്പോൾ അതുപോലെയോ അതിലേറെയോ അതിന് സമാനമോ നമുക്കനുയോജ്യമായതോ ആയത് അള്ളാഹു തരാൻ കഴിവുള്ളവനാണ് എനിക്ക്, ഞാൻ എന്തിന് അസൂയ വെക്കണം? അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തത് എനിക്കിഷ്ടമായില്ല എന്ന് പറയാൻ, അള്ളാഹിൻ്റെ അധികാരത്തിൽ കയറിക്കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അസൂയ എന്ന് പറഞ്ഞതല്ലേ. അള്ളാഹ് കൊടുത്തത് എനിക്കിഷ്ടമായില്ല, നീ ആരാണത് ചെയ്യാൻ? അള്ളാന്റെ തീരുമാനമല്ലേ അത്. നിനക്ക് തരാനും തരാതിരിക്കാനും നിന്റെ കൂട്ടുകാരന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവനല്ലയോ അള്ളാഹു. അതുകൊണ്ട് റബ്ബേ, നീ ആർക്ക് കൊടുക്കുന്നതും എനിക്ക് പൊരുത്തമാണ്, എനിക്കാവശ്യമുള്ളതും നീ തരയണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യലല്ലേ വേണ്ടത്. ഒരാളെ നശിച്ചു പോകണം എന്ന് ചിന്തിച്ച് എനിക്ക് കിട്ടണം ബിസിനസ്, എൻ്റെ അടുത്ത് വരണം ആളുകൾ, എൻ്റെ ഷോപ്പിലേ കയറാവൂ, അവിടെ പോയി കയറരുത്, ഇതൊരു മുസ്ലിമിന് ചിന്തിക്കുക പാടില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. എല്ലായിടത്തും അസൂയയാണ്. മനുഷ്യൻ നോക്കുന്നിടത്ത് മുഴുവൻ. ഒരു മനുഷ്യൻ്റെ ഒരു ഹൗസ് വാമിങ് നടന്നാൽ പോലും അസൂയല്ലേ. ഞാൻ പറയും, നാട്ടുകാർക്ക് മുഴുവൻ ചോറ് കൊടുക്കും വേണം, ഒരു അസൂയ കാണും വേണം, എന്നിട്ട് ഒരു കുഴഞ്ഞു വീഴും വേണം. എന്തിനായി പണി ചെന്നാൽ പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ. വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് വലിച്ചതായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എന്നാ ഞാൻ പറഞ്ഞോണ്ടാ, ഞാൻ ഇപ്പോൾ പറയില്ല, വെറുതെ പറയാ, തട്ടിവിടുക. ഒരു മനുഷ്യൻ്റെ ഇജ്ജത്തിനെ തകർക്കുക. അതുമല്ല, അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിങ് നടത്തുമ്പോഴേ ചെരുപ്പിട്ട് ചളിയുള്ള ഷൂട്ട് കയറിപ്പോവുക. അത് അസൂയ എന്നല്ലാതെ എന്താന്ന് പറയാൻ. ഒരു മനുഷ്യൻ്റെ വീട് വൃത്തിയായ ഒരു കാർപ്പറ്റ് വിരിച്ച് സോഫ സെറ്റ് വിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം തന്ന് വിടുന്ന ഒരു മനുഷ്യൻ്റെ വീട് ചളിയാക്കി കൊടുത്തു പോരാ. എന്നിട്ട് ആ ഷൂ വെച്ച് ചുമരുമ്മലൊക്കെ ചാരി നിർത്തണ്ട് ചെക്കന്മാർക്ക് ജ്യൂസും പിടിച്ചിട്ട്. നിങ്ങളെ സ്വന്തം വീട്ടിലത് ചെയ്യുമോ? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ടുകാരെ ഉമ്മ തല്ലൂലേ? ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അത്ര വൃത്തി സൂക്ഷിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടേ. ആ വീട്ടുകാരനെ പറയാൻ പറ്റൂല ചെരുപ്പ് ഊരി വെക്ക്, എന്നാൽ പിന്നെ അവിടെ കച്ചറയാവും അല്ലേ. ആ വീട്ടുകാരെ മിണ്ടാണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ച് വെച്ച് കയറിക്കൂടെ? ആ മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് വൃത്തിയിൽ ചെയ്തത്, പിന്നെ ആർക്കെങ്കിലും അവിടെ നിസ്കരിക്കാൻ പറ്റുമോ റൂമിൽ? ഈ ഷൂട്ട് ഇത് എത്ര വൃത്തിയാക്കണം. പാതിരാത്രി ആൾക്കാർ പോയിട്ട് ഉറങ്ങാതെ വൃത്തിയാക്കി തലകറങ്ങി വീഴൂലേ അവരൊക്കെ? എന്തിന് വൃത്തികേടാക്കണം? നമ്മൾ പറയാം അത്തഹൂറു ഷത്റുൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ് വൃത്തിന്ന്. എന്നിട്ട് ഈ കക്കൂസ് പോകുന്ന ഷൂട്ടിട്ട് ഒരു പുതിയ വീട്ടിൽ കയറി ചെല്ലുക, എന്നിട്ട് അങ്ങ് വൃത്തികേടാക്കി പോരാ. ചെയ്യരുത് മക്കളെ, ദയവ് ചെയ്ത് ഒരു കല്യാണ വീട്ടിൽ വൃത്തികേടാക്കി കൊടുക്കുക. എന്തിനത്? അസൂയയാണ്. ഇതിൻ്റെ പേരാണ് അസൂയ. ഇത് അസൂയയാണ്, കണ്ടുകൂടായ്മയാണ്. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടേ ചില ആളുകൾ ചോദിക്കുമ്പോൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? സുഖമാണെന്ന് പറയും. ആ സുഖമാണ്, വലിയ വലിയ സുഖമാണോ? ആ തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിന് സമാധാനമാവും. ഇല്ലെങ്കിൽ അവന് ബേജാറാണ്, ഇയാൾക്കൊരു കുഴപ്പമില്ലേ എന്ന്. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവർ, യാ അല്ലാഹ്, നല്ലൊരു ചോദിക്കും സുഖം തന്നെയല്ലേ. പിന്നെ എന്തിനാ ചോദിക്കണത്? സുഖം തന്നെയല്ലേ എന്ന് പറയും. ഒരു മനുഷ്യന് സുഖമാണ്, കുഴപ്പങ്ങളില്ല, റാഹത്താണ് എന്ന് കേൾക്കാനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കല്ല. അള്ളാഹു നോക്കുന്ന ഇടം കൽബാണ്. അവിടെ നന്നാക്കി വെക്കണേ. അസൂയ വേണ്ട, ഒരാളോടും കുശുമ്പ് വേണ്ട, ഒരാളോടും പക വേണ്ട. നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ വലിയ ആളായി നടന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തിലെ ഒരു മാംസകഷ്ണം നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾ എത്ര ഹജ്ജും ഉംറയും സ്വതക്കയും ദാനധർമ്മങ്ങളും കല്യാണം സൽക്കാരം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. അവിടെ നന്നാക്കണേ. വെറുപ്പ് കൊണ്ട് നടക്കല്ലേ, അസൂയ കൊണ്ട് നടക്കല്ലേ, വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ, പ്രതികാരം കൊണ്ട് നടക്കല്ലേ. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി.
അതിനാണ് അദ്ദീനു അന്നസ്വീഹ. ദീനെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുതേ, വലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുതേ, വലാ തനാജശൂ, നിങ്ങൾ പരസ്പരം വൈരാഗ്യം കാണിക്കരുതേ, കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിൻ്റെ പടപ്പുകളെ നിങ്ങൾ സഹോദരങ്ങളെ പോലെ ആവണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു വിശ്വാസി തൻ്റെ കൂടെയുള്ള വിശ്വാസിയുടെ സഹോദരനാണ്, തൻ്റെ ഉമ്മ പെറ്റവനെ പോലെയാണ്. ലാ യദ്ലിമുഹു, അവരോട് അനീതി ചെയ്യരുത്. വലാ യഖ്ദുലുഹു, അവനെ നാണം കെടുത്തരുത്. വലാ യഹ്ഖിറുഹു, അവനെ നിസ്സാരനാക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഹസ്ബുംരിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് മലയോളം വരുന്ന വിപത്ത് വരാൻ കാരണം അയ്യഹ്ഖിറാഖാഹുൽ മുസ്ലിം, തൻ്റെ കൂടെയുള്ള വിശ്വാസിയായ ഒരു സഹോദരനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കുന്നത്, ഒരാളെ വില വെക്കാതിരിക്കുന്നത്, ഒരാൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ കാര്യം, മുആദ് ഇബ്നു ജബൽ എന്നവരോട് നബി തങ്ങൾ പറഞ്ഞതാണ്, യമനിലേക്ക് പോകുമ്പോൾ, യമൻ അന്ന് മുസ്ലിം ഭരണമായിരുന്നില്ല, യമൻ തൗഹീദ് ലഭിച്ചിരുന്നില്ല അന്ന്. യമനിൽ തൗഹീദില്ലായിരുന്നു. അവിടെ തൗഹീദിൻ്റെ വെളിച്ചവുമായി പുണ്യനബി പറഞ്ഞയച്ച സ്വഹാബിയാണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ നേതാവ്. മുആദേ, വത്തഖി ദഅവതൽ മദ്ലൂം, നീതി നിഷേധിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന നിങ്ങൾ പേടിക്കണമേ, അനീതി ചെയ്യരുതേ. മുആദേ, ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, ആ പ്രാർത്ഥനയുടെയും അല്ലാഹുവിൻ്റെയും ഇടയിൽ മറയില്ല കേട്ടോ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുമ്പോൾ, ആരാണ് ആ പ്രാർത്ഥിക്കാൻ ഇടയുള്ളത്? അവിശ്വാസികൾ. യമനിൽ അവിശ്വാസികളായിരുന്നു. അവിടത്തേക്ക് ദഅവത്തിന് പറഞ്ഞേക്കാണ്. എന്നിട്ട് പറഞ്ഞു, മുആദേ, നിങ്ങൾ അവരോട് അനീതി ചെയ്യരുതേ. അനീതി ചെയ്തു കഴിഞ്ഞാൽ അവർ അല്ലാഹുവിനോട്, അവരുടെ പടച്ചോനോട്, അവരുടെ ദൈവത്തോട് അവർ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കിടയിൽ പിന്നെ മറയില്ല. പടച്ചതമ്പുരാൻ വിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പടച്ചവൻ അല്ലാഹു തന്നെയല്ലയോ? ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നുണ്ട്. അതിന് മറുപടി ലഭിക്കുന്നത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെയായിരിക്കും. അതുകൊണ്ട് മുആദേ, അനീതി ചെയ്യരുതേ എന്ന് മുആദ് ഇബ്നു ജബൽ തങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങൾ, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് മഹാനവരുടെ താരീഖുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. വളരെ വളരെ വിചിത്രമായ ഒരു സംഭവം, ഒരു ചരിത്രം. ചില ആളുകൾ അനീതി ചെയ്യുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് നീതിയാണ് എന്ന്. അതാണ് അപകടം. ചെയ്യുന്നത് ദുൽമാണ്, എന്നിട്ട് വിചാരിക്കും ഞാൻ ചെയ്യുന്ന നല്ല കാര്യമാണ്, എന്നിട്ട് അത് ന്യായീകരിക്കുകയും ചെയ്യും. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് താരീഖുൽ കബീറിൽ മുഹമ്മദ് ഇബ്നു സിരീൻ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. മുഹമ്മദ് ഇബ്നു സിരീൻ എന്ന് പറയുന്ന താബിഈങ്ങളിൽ കഴിഞ്ഞു പോയ മഹാൻ കഅബാലയത്തിൻ്റെ അരികത്തിരിക്കുമ്പോൾ സമിഅ്തു റജുലൻ യഖൂൽ,